പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ കത്തുകൾ എഴുതുമ്പോൾ ആരംഭത്തിൽ കുറിക്കും ദൈവം സ്നേഹമാകുന്നു. മനുഷ്യ ജീവിതത്തിൽ അർത്ഥം നൽകുന്നത് സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കുക, പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, നമ്മൾ ആരാരെങ്കിലും സ്നേഹിക്കപ്പെടുക. ലോകത്തിൽ എല്ലാ സ്നേഹവും കടന്നു പോകുമ്പോഴും മായാതെ മറയാതെ നിൽക്കുന്ന ഒരു സ്നേഹമേ ഉള്ളൂ. അത് ദൈവത്തിന്റെ സ്നേഹം മാത്രമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ആവർത്തിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് ദൈവം സ്നേഹമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 43-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. കൂടപ്പിറപ്പിനെ പോലെ കൂടെ നടക്കുന്ന ദൈവത്തിന്റെ ചിത്രമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമ്മൾ കണ്ടെത്തുക. ഇസ്രായേൽ മക്കൾ 40 വർഷക്കാലം മരുഭൂമിയിൽ അലഞ്ഞപ്പോൾ, ചൂട് വന്നപ്പോൾ മേഘസ്തംഭമായി, വിശന്നപ്പോൾ മന്നയായി, ദാഹിച്ചപ്പോൾ വെള്ളമായി, ഇരുട്ടത്ത് ദീപസ്തംഭമായി അവൻ കൂടെ നടക്കുന്നു. എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാര് നിരാശയോടെ നടന്നു പോയപ്പോൾ അവരോടൊപ്പം 3-ാമത്തവനായി അവൻ നടന്നു. തിബേരിയൂസിന്റെ തീരത്ത് യോഹന്നാൻ 21 മത്സ്യമൊന്നും കിട്ടാതെ അസ്വസ്ഥരായി ക്ഷീണിച്ചിരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ അമ്മ മനസ്സോടെ അപ്പവും മീനുമൊരുക്കി കാത്തിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തുന്നു. മനുഷ്യർക്കൊപ്പം നടക്കുന്ന ദൈവം, മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം. 27-ാം സങ്കീർത്തനത്തിൽ 10-ാം തിരുവചനത്തിൽ പറയുന്നു, അപ്പനും അമ്മയും നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. എന്നെ മറക്കാത്ത ഒരു ദൈവം, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ഈ ദൈവസ്നേഹത്തിന് 100 മുദ്രകൾ നമ്മുടെ ചുറ്റും വെച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം സ്നേഹമാണെന്ന് പറയുമ്പം മനസ്സിലാക്കാൻ നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ട്. കാരണം നമ്മൾ കാണുന്ന എല്ലാ സ്നേഹത്തിലും ഒരു കബളിപ്പിക്കലുണ്ട്, വഞ്ചനയുണ്ട്. ഒരു ഭർത്താവും ഭാര്യയും കൂടെ സിമിത്തേരിയുടെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഭാര്യ ആ നാളുകളിൽ മരിച്ചുപോയ ഭർത്താവിന്റെ കല്ലറയുടെ മുകളിൽ കയറിയിരുന്ന പത്രം കൊണ്ട് ആഞ്ഞാഞ്ഞു വീശുന്നു. കെട്ടിയം പറഞ്ഞ്, നോക്കടി, ശവക്കല്ലറയെ പോലും ഭർത്താവിന് ചൂടടിക്കാതിരിക്കാനുള്ള ഒരു ഭാര്യയുടെ പരിശ്രമം കണ്ടില്ലേ? അവൾ പറഞ്ഞ്, ജീവിച്ച പത്രം ഒരു സ്നേഹമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താണ് ഇത്ര വലിയ സ്നേഹം? നമുക്ക് നേരിട്ട് ഇന്ന് ചോദിക്കാം. അവരെന്ന് ചോദിച്ചു, എന്നാടി ആലീസേ നീ ഇങ്ങനെ പത്രം കൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്നത്? അവൾ പറഞ്ഞു, എന്റെ ഭർത്താവ് മരിക്കുന്നതിന് 1 മാസം മുമ്പ് പറഞ്ഞേടി, ഞാൻ മരിച്ച് അങ്ങ് ചെല്ലുമ്പം നീ വിധവയായിട്ട് ഭൂമിയിൽ അലഞ്ഞാൽ എനിക്ക് നിത്യശാന്തി കിട്ടുകയില്ല. അതുകൊണ്ട് എന്റെ കല്ലറയുടെ സിമെന്റ് ഉണങ്ങിക്കഴിയുമ്പം നീ അയൽവക്കത്തെ ബാബുവിനെ കെട്ടിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. കല്ലറയുടെ സിമെന്റ് ഉണങ്ങാനായിട്ട് ഞാൻ വീശിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്ന എല്ലാ സ്നേഹത്തിലൂടെ ഒരു സ്വാർത്ഥതയിൽ കൊടുത്ത്, സ്വാർത്ഥതയില്ലാത്തൊരു സ്നേഹം ദൈവത്തിന്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 3-ാം അധ്യായത്തിൽ 16-ാം തിരുവചനത്തിൽ പറയുക, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, അത്രമാത്രം സ്നേഹിച്ചു. ഇന്ദ്രിയങ്ങൾ ഇല്ലാത്ത ദൈവം ഇന്ദ്രിയമുള്ള മനുഷ്യനെ ദൈവസ്നേഹം പഠിപ്പിക്കുവാൻ, അരൂപിയായ ദൈവം രൂപമുള്ള മനുഷ്യനെ ദൈവസ്നേഹം പഠിപ്പിക്കുവാൻ ഉപമകളും സാദൃശ്യങ്ങളും കഥകളും പലതും പറഞ്ഞിരുന്നു. അരൂപിയായ ദൈവത്തെ രൂപമുള്ള മനുഷ്യന്റെ മനസ്സിൽ പതിപ്പിക്കുവാൻ എന്തെങ്കിലുമൊക്കെ ഉപമകളിലൂടെ പറഞ്ഞേ അത് സാധിക്കൂ. കർത്താവായ യേശുവിനോട് ചോദിച്ചു, ഒരു ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നു, ആരെ പോലെയാ ദൈവം? അപ്പോൾ വിശ്വപ്രസിദ്ധമായ ഉപമകളിലൂടെ ക്രിസ്തു ദൈവപിതാവിന്റെ സ്നേഹം മനുഷ്യരെ പഠിപ്പിച്ചു. പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിന്റെ 15-ാം അധ്യായത്തിലെ വളരെ മനോഹരമായ 3 ഉപമകള്, കാണാതെ പോയ നാണയം, കാണാതെ പോയ ആട്, കാണാതെ പോയ ധൂർത്തപുത്രൻ. 3 ഉപമകളിലൂടെ ദൈവസ്നേഹത്തിന്റെ മനോഹാരിത യേശു തന്റെ ശിഷ്യഗണത്തെ പഠിപ്പിച്ചു, തന്റെ ശ്രോതാക്കളുടെ മനസ്സിൽ ആഴമായി പതിപ്പിച്ചു. പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ദൈവസ്നേഹത്തെ കുറിച്ച് പ്രവചിച്ചത് പഴയ നിയമത്തിൽ പ്രവാചകന്മാരായിരുന്നു. പ്രവാചകന്മാർ മുഴുവൻ ദൈവസ്നേഹത്തിന്റെ ആഴം ജനത്തെ പഠിപ്പിക്കുകയായിരുന്നു. ഹോസിയ പ്രവാചകൻ നോക്കിയപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ദാമ്പത്യ സ്നേഹമാണ്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹം, അതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഭാഷയിലാണ് ഹോസിയ പറയുക, ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തന്റെ മക്കളെ മറക്കുകയില്ല. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും വലിയ സ്നേഹം ഭാര്യ ഭർത്തൃ സ്നേഹമാണ്. കല്യാണം കഴിച്ചവരോട് ചോദിക്കുക, ഏറ്റവും വലിയ സ്നേഹം ഏതാ? ഒരു സ്ത്രീ പറയും, ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ളതാ.
പുരുഷൻ പറയും ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ളതാ. നമ്മുടെ വേദപുസ്തകത്തിൽ ഒരു സ്നേഹത്തെ കുറിച്ച് പറയുന്നുള്ളൂ. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, സ്ത്രീ മാതാപിതാക്കളെ വിട്ട് ഭർത്താവിനോട് ചേരും. വിട്ടേച്ചു പോകുന്ന ഒരു സ്നേഹം ദൈവസ്നേഹമാണ്. അത് ആ സ്നേഹത്തിന്റെ മുദ്ര വിവാഹത്തിലാണ്. ദൈവസ്നേഹത്തിന്റെ മനോഹരമായ മുദ്ര ഏറ്റവും വലിയ സ്നേഹമാണ് കാണിക്കുന്നത് വിവാഹ ബന്ധത്തിലാണ്, വൈവാഹിക ബന്ധത്തിലാണ്. അവിടെ പറയുകയാണ് ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തന്റെ മക്കളെ മറക്കുകയില്ല. പഠിപ്പിച്ചു യെശയ്യാ പ്രവാചകനിലൂടെ, ഹോസിയ പ്രവാചകനിലൂടെ. മനോഹരമായ ഒരു പ്രബോധനം ഹോസിയായിലൂടെ ആഴമായി പഠിപ്പിക്കുന്നു. ലോകത്തിൽ ഭർത്താവ് ഭാര്യയെ മറന്നാലും ഭാര്യ ഭർത്താവിനെ മറന്നാലും ദൈവം തന്റെ മക്കളെ മറക്കുകയില്ല. നമുക്കറിയാം, ഈ വിട്ടേച്ചു പോകുന്ന സ്നേഹമായതുകൊണ്ടാ ആണുങ്ങളെ കെട്ടുമ്പോൾ വിറയ്ക്കുന്ന കാണാം, പെണ്ണുങ്ങളെ കെട്ടിക്കുമ്പോൾ വേർക്കുന്ന കാണാം. വിട്ടേച്ചുള്ള സ്നേഹം. അതുകൊണ്ടാണല്ലോ ഏത് പട്ടാളക്കാരനാണേലും തോക്ക് പിടിക്കും വിറയ്ക്കാതെ കൈ, അവന് താലി പിടിക്കുമ്പോൾ വിറയ്ക്കും. കാരണം പട്ടാളക്കാരന് പോലും അറിയാം രണ്ടാം ലോകമഹായുദ്ധം സഹിക്കാം. ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്ന ഈ മൂന്നാം ലോകമഹായുദ്ധം അവന്റെ ശക്തിക്കപ്പുറം. അവിടെയാണ് ഹോസിയ പറയുക സ്വന്തം അനുഭവത്തിൽ നിന്നും. താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് മറ്റു പുരുഷന്മാരുടെ പിന്നാലെ ഓടുമ്പോൾ ഹോസിയ ദൈവത്തിന് മുമ്പാകെ വിലപിക്കുകയാണ്. എന്നിട്ട് പറയും, ദൈവമേ അവൾ എന്നെ മറന്നു, ശരിക്കും അവളെ വെറുക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ അവളെ സ്നേഹിച്ചു പോയി. ഇപ്പൊ ദൈവം പറയുക, അല്ലയോ ഹോസിയ, പച്ച മനുഷ്യനായ നിനക്ക് നിന്റെ ഭാര്യ നിന്നോട് അവിശ്വസത കാണിച്ച് മറ്റു പുരുഷന്മാരുടെ പിന്നാലെ പോയിട്ടും നിനക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്റെ ജനം എന്നെ മറന്നു അന്യ ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റുമോ? ഞാനും അവരെ സ്നേഹിച്ചു പോയില്ലേ? ഹോസിയ പ്രവാചകനിലൂടെ ദാമ്പത്യ ബന്ധത്തിന്റെ വെളിച്ചത്തിൽ ദൈവസ്നേഹത്തെ പഠിപ്പിച്ചു. യെശയ്യാ പ്രവാചകൻ നോക്കിയപ്പോൾ ഏറ്റവും വലിയ ബന്ധം നൊന്തു പ്രസവിച്ച അമ്മയും ജന്മം കൊണ്ട് കുഞ്ഞും തമ്മിലാ. യെശയ്യായുടെ പ്രവചനത്തിന് 49 16 തിരുവചനത്തിൽ പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. പെറ്റതള്ളമാർക്ക് മനസ്സിലാകുന്ന ഭാഷ, ഹോസിയ ദമ്പതികൾക്ക് മനസ്സിലാകുന്ന ശൈലി, യെശയ്യ ഒരു പെറ്റതള്ളയുടെ ഭാഷയിൽ. വീണ്ടും എസെക്കിയേൽ നോക്കുമ്പോൾ ഇടയനും ആടും തമ്മിൽ ഒരു വലിയ ബന്ധം. ചെന്നായ് ആടിന് മേൽ ചാടി വീഴുമ്പോൾ ചെന്നായെ നേരിട്ടിട്ട് ആടിനെ രക്ഷിക്കുന്ന ഇടയൻ. ആ പശ്ചാത്തലത്തിൽ പറയുക, ഇടയൻ ഏതെങ്കിലും കാരണത്താൽ ആടിനെ മറന്നാലും ദൈവം തന്റെ ജനത്തെ മറക്കുകയില്ല. വീണ്ടും ജെറമിയ നോക്കിയപ്പോൾ മൺപാത്രങ്ങൾ മെനയുന്ന കുശവന് കുറവുമായൊരു ബന്ധം. 18-ാം അധ്യായത്തിൽ പറയുകയാണ്, കുശവൻ താൻ മെനഞ്ഞെടുത്ത കുടത്തെ മറന്നാലും ദൈവം തന്റെ ജനത്തെ മറക്കില്ല. ഇതെല്ലാം കൂടെ സംഗ്രഹിച്ചു 103-ാം സങ്കീർത്തനത്തിൽ 8-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ ഭക്തനായ സങ്കീർത്തകൻ, കർത്താവ് കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാം. അമ്മ മറന്നാലും എന്നെ മറക്കാത്ത എന്റെ ദൈവത്തിന്റെ സ്നേഹം. 100 ജീവിതാനുഭവങ്ങളിലൂടെ ഇന്ദ്രിയമില്ലാത്ത ദൈവം സ്നേഹവുമായി കടന്നു വരുന്നു. അപ്പന്റെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ, ഭർത്താവിന്റെ രൂപത്തിൽ, ഭാര്യയുടെ ഭാവത്തിൽ, സ്നേഹിതരുടേതായ രീതികളിൽ ഓരോരോ രൂപത്തിൽ കടന്നു വരും. അതെല്ലാം ദൈവസ്നേഹത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള പ്രകടനങ്ങളാണ്. ആ സ്നേഹത്തിന് നന്ദിയോടെ പ്രത്യുത്തരം കൊടുക്കുവാൻ, ആ സ്നേഹത്തിൽ ആഴമായി വളരുവാൻ, ആ സ്നേഹം അനുഭവിക്കുവാൻ, അതിന് തടസ്സമാകുന്ന പാപത്തെയും പാപവഴികളിൽ ഉപേക്ഷിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ആ കൃപയിൽ നമുക്ക് ജീവിക്കാം. ദൈവാനുഗ്രഹവും ദൈവസ്നേഹാനുഭവവും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. നന്ദി.